കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ക്ലൈമാക്സ് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. 2 മിനിറ്റ് നേരമുള്ള മമ്മൂട്ടിയുടെ അശോക് രാജിൻ്റെ ആ പ്രസംഗം നമ്മയെല്ലാം ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു. ആ സിനിമയുടെ ക്വാളിറ്റിയെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്യുന്നതിലേക്ക് ആ 2 മിനിറ്റ് നേരമുള്ള മമ്മൂട്ടിയുടെ പ്രസംഗമെത്തി. ഈ സിനിമയിലെ ക്ലൈമാക്സിനും അങ്ങനെയൊരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ആ ക്ലൈമാക്സ് ഒന്നും കൂടി ഇരുന്ന് ആലോചിച്ച് എഴുതിയിരുന്നെങ്കിൽ, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയെ മൊത്തത്തിൽ ഹുക്ക് ചെയ്ത് അത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമായിരുന്നു, കഥ പറയുമ്പോൾ എന്ന സിനിമയെ പോലെ. എന്നാൽ നിർഭാഗ്യവശാൽ ക്ലൈമാക്സിലെ ആ രംഗം സിനിമയുടെ മെയിൻ തീമുമായി കണക്ട് ചെയ്യാതെ തികച്ചും വേറിട്ട് നിന്നതുകൊണ്ട് ആ രംഗത്ത് അർജുൻ അശോകൻ തൻ്റെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് കൂടി അത് വേണ്ടത്ര രീതിയിൽ ഇമ്പാക്റ്റ് ഇല്ലാതെയായിപ്പോയി. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് പ്രേക്ഷകരുടെ കണ്ണ് നിറച്ച് മനം നിറച്ച് തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോവാനുള്ള ഒരു അവസരമാണ് ഇല്ലാതാക്കിയത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സിനിമയിൽ രോഗങ്ങളും അംഗവൈകല്യങ്ങളും എല്ലാം തീമായി വന്നിട്ടുണ്ടെങ്കിലും പിഗ്മെന്റേഷന്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന വെള്ളപ്പാണ്ട് എന്ന സ്കിൻ കണ്ടീഷനും അതിൻ്റെ മാനസികവും സാമൂഹ്യപരവുമായ ഇഫക്റ്റും ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ബിലി ചുക്കി ഹളി അക്കി എന്ന കന്നഡ സിനിമയിൽ അതിൻ്റെ പ്രമേയമായി വന്നത് വെള്ളപ്പാണ്ട് എന്ന സ്കിൻ കണ്ടീഷനാണ്. അതിൻ്റെ സംവിധായകനായ മഹേഷ് ഗൗഡ തന്നെയാണ് അതിലെ നായകനും. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ട് താൻ. ഇമേഗോ എന്ന മറാത്തി സിനിമയിലും വെള്ളപ്പാണ്ട് ഒരു പ്രമേയമായി വന്നിട്ടുണ്ട്. വ്യത്യസ്ത വിഷയങ്ങൾ തേടിയുള്ള അന്വേഷണത്തിൽ ഇങ്ങനെയൊരു സ്കിൻ കണ്ടീഷനുള്ള നായകനായാണ് അർജുൻ അശോകൻ വരുന്നത്. ഒരു പൂമ്പാറ്റയിൽ അവയിലെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ സൗന്ദര്യം കാണുന്ന നാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്റ്റീരിയോ ടൈപ്പ് സൗന്ദര്യ സങ്കല്പമാണുള്ളത്. ഒരു ചെറിയൊരു നിറവ്യത്യാസം പോലും വിരൂപമായി കാണുന്ന ലോകത്ത്, സുന്ദരന്മാരും സുന്ദരിമാരും മാത്രം നിറഞ്ഞു നിൽക്കുന്ന സിനിമയുടെ ലോകത്ത് ഇങ്ങനെ ഒരു സ്കിൻ ഡെഫിഷ്യൻസി ഉള്ള ഒരു കഥാപാത്രത്തെ പ്രമേയമാക്കി ഒരു സിനിമ ഇറക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ധീരമായ മൂവ്മെന്റായി നമുക്ക് കാണാം. എന്നാൽ നായകൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ സിനിമ ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കിൻ കണ്ടീഷനിലോ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്കും ഒന്നുമല്ല. അതിനെ നോർമലൈസ് ചെയ്ത ഒരു സമൂഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വീട്ടുകാരുടെയൊക്കെ ഇടയിലാണ് നായകൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ സ്കിന്നിൻ്റെ നിറവ്യത്യാസം എന്നത് അവനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്നുമല്ല. ചെറിയ ചെറിയ സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിലെ തിരക്കഥ മുന്നോട്ട് പോകുന്നത്. അവസാനം നായകന്റെ തലവര മാറ്റുന്ന രീതിയിൽ വലിയൊരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ അതിൽ മുഴുകി അതിൻ്റെ കൂടെ തന്നെ പോകുമെങ്കിലും സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ കഥയിൽ എവിടെയൊക്കെയോ വിള്ളലുകൾ വീണതായി നമുക്ക് തോന്നും. വെള്ളപ്പാണ്ട് എന്ന ആ ഒരു തീമിന്റെ സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ ഈ സിനിമ അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ ഇത് കൂടുതൽ മെച്ചമായി പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ആവുമായിരുന്നു. എന്നാൽ പലപ്പോഴും കഥ മെയിൻ തീമിനെ അധികം ഫോക്കസ് ചെയ്യാതെ മാറിപ്പോകുന്നത് ഇതിന്റെ പിരിമുറുക്കത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ കഥയുടെ മൂഡ് ഒരു ജോയ് മൂഡാണ്. നമ്മളൊരു തീം തിരഞ്ഞെടുക്കുമ്പോൾ ആ തീമിലൂന്നി മുന്നോട്ട് പോവുകയും അതിനെ ആഴത്തിൽ വികസിപ്പിച്ച് ക്ലൈമാക്സിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് അതിനൊരു മികച്ച എൻഡിങ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ സിനിമ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. അങ്ങനെ ഒരു വെൽ ക്രാഫ്റ്റഡായ ഒരു തിരക്കഥയുടെ അഭാവം ഈ സിനിമയിൽ ഒഴിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു പരിധി വരെ സിനിമ ഇതിനെ മറികടക്കുന്നുണ്ട്. അങ്ങനെ മറികടക്കുന്നത് ഓരോ രംഗത്തിന്റെയും വെൽ എക്സിക്യൂഷനിലൂടെയും മികച്ച അഭിനയത്തിലൂടെയും കൂടിയാണ്. പ്രത്യേകിച്ചും അർജുൻ അശോകനും നായികയായ രേവതി ശർമ്മയും പ്രേക്ഷകരുടെ കയ്യടി വാങ്ങുന്നു. അർജുൻ അശോകന്റെ അമ്മയായി വന്ന ദേവദർശിനിയുടെ കഥാപാത്രം ഒരു മികച്ച പ്രകടനം തന്നെയാണെങ്കിലും പലപ്പോഴും ആ അമ്മ കഥാപാത്രം നമ്മുടെ ഹോമിലെ മഞ്ജു പിള്ളയെ ഓർമ്മപ്പെടുത്തുന്നു. അർജുൻ അശോകന്റെ സൗഹൃദ കൂട്ടായ്മയും അവർക്കിടയിലുള്ള കളിതമാശകളെല്ലാം തന്നെ പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിലെ സംഘടന രംഗം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈ മൊമെന്റ് ഉണ്ടാക്കുന്ന രീതി തന്നെയാണ്. പ്രണയവും പ്രണയരംഗങ്ങളും നമുക്ക് മികച്ച ഫീൽ നൽകുന്നുണ്ടെങ്കിലും രണ്ടുപേരും പ്രണയത്തിലേക്ക് എത്തുന്നത് ഒറ്റ കാഴ്ചയിൽ പ്രണയം വരുന്നതിനും അപ്പുറം കുറച്ചുകൂടെ യുക്തിപൂർവ്വമായി വികസിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന് അത് കൂടുതൽ വിശ്വസനീയവും ആസ്വാദ്യകരവുമാവുമായിരുന്നു. ഓവറോൾ ഈ സിനിമ 2 മണിക്കൂർ നേരം ലാഗൊന്നുമില്ലാതെ നമുക്കൊരു മികച്ച ആസ്വാദനാനുഭവം നൽകുന്ന സിനിമയാണ്. തിരക്കഥയിലും ക്ലൈമാക്സിലും കുറച്ചുകൂടി പണിയെടുത്തിരുന്നെങ്കിൽ ഒരു വ്യത്യസ്തമായ മികച്ച സിനിമ തന്നെയായി തലവര മാറുമായിരുന്നു. ഈ സിനിമയിലെ നായകന്റെ തലവര അവസാനം മാറുന്നുണ്ടെങ്കിലും ഈ സിനിമ അതിന്റെ സംവിധായകന്റെയും മറ്റുള്ളവരെയും തലവര മാറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.